വ്യക്തിഗത വായ്പകൾ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? എങ്കിൽ വെറുതെ എടുത്തിട്ട് കാര്യമില്ല. ഇത് സാമ്പത്തിക ഭാരം ഉയരാൻ കാരണമാക്കും. വ്യക്തിഗത വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുന്നേ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വ്യക്തിഗത വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുന്നേ വായ്പാ തുകയെക്കുറിച്ച് മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ്. വായ്പയ്ക്ക് ഈടാക്കുന്ന പലിശ നിരക്കുകളും മറ്റ് ചാർജുകളും അറിഞ്ഞിരിക്കണം. കാരണം അമിതമായ പലിശ നിരക്ക് ഈടാക്കുന്നുണ്ടോ അതോ മറ്റു ഫീസുകളോ അമിതമായി പ്രോസസിംഗ് ചാർജുകളോ ഈടാക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. തിരിച്ചടവ് കാലാവധിയെക്കുറിച്ചും അറിയണം. EMI തുകകൾ, മൊത്തം തിരിച്ചടവ് കാലാവധി, മുൻകൂർ തിരിച്ചടവ് പിഴകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തിരിച്ചടവ് കാലാവധി നീട്ടാനുള്ള സാധ്യത, അവസാന തീയതികൾ എന്നിവ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം ഒരു വ്യക്തിഗത വായ്പ തിരഞ്ഞെടുക്കുക. മൊത്തം ലോൺ തുകയുടെ ഏകദേശം 1 മുതൽ 3% വരെ പ്രോസസിംഗ് ഫീസ് ഈടാക്കിയേക്കാം. നിങ്ങൾ അപേക്ഷിക്കുന്ന വ്യക്തിഗത വായ്പയുടെ മൊത്തം പ്രോസസിംഗ് ഫീസുകളെ കുറിച്ച് വിശദമായി പരിശോധിക്കുക. EMI തുക അടയ്ക്കാൻ കഴിയാതെ വരുമ്പോഴോ വൈകിയാലോ അമിതമായ ചാർജ് ഈടാക്കും. ഈ ചാർജുകൾ സാധാരണയായി 500 രൂപ മുതൽ 1000 രൂപ വരെയാണ്. തുടർന്നും തിരിച്ചടവ് വൈകിയാൽ ഈ ചാർജുകളും വർദ്ധിക്കും. ദീർഘമായ വായ്പാ തിരിച്ചടവ് കാലാവധി തീർച്ചയായും EMI വലുപ്പം കുറയ്ക്കും. എന്നിരുന്നാലും അവ കടം വാങ്ങുന്നയാൾ നൽകുന്ന മൊത്തം പലിശ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തിരിച്ചടവ് കാലയളവ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ അത് പരിഹരിക്കുന്നതിന് വായ്പാ ദാതാവ് സ്വീകരിക്കുന്ന നടപടികളും നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി മനസ്സിലാക്കുക. ഇത് ഭാവിയിലെ പ്രതിസന്ധികളെ നേരിടാൻ നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, വായ്പയുമായി ബന്ധപ്പെട്ട നിയമപരമായ ഫീസുകൾ, നികുതികൾ, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഡോക്യുമെന്റേഷൻ ചാർജുകൾ എന്നിവയെല്ലാം നിങ്ങൾ പരിശോധിച്ചിരിക്കണം. ഈ അധിക ചെലവുകൾ നിങ്ങളുടെ വായ്പാ ചെലവ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തിരിച്ചടവ് തുക ഉത്തരവാദിത്തത്തോടെ പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിലും ബാങ്കിംഗ് നിയമങ്ങളിലും വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. വായ്പാ സംബന്ധമായ സങ്കീർണതകൾ, ഫണ്ട് ദുരുപയോഗം അല്ലെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ എന്നിവ നേരിടേണ്ടി വരുന്നവർക്ക് വായ്പ നൽകിയ സ്ഥാപനത്തിന്റെ പരാതി പരിഹാര സംവിധാനത്തെ സമീപിക്കാം. അല്ലെങ്കിൽ RBI നൽകുന്ന ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ സമീപിക്കാം. ഈ ഫോറങ്ങളിലൂടെ നിങ്ങളുടെ പരാതികൾ ഉന്നയിക്കുകയും സമയബന്ധിതമായ പരിഹാരം നേടുകയും ചെയ്യാം.